ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ള റൊട്ടീനാണ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മോർണിംഗ് പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് മുറ്റത്തൂടെ നടന്ന് വന്നിട്ട് ഫ്രണ്ടിലെ വാതിൽ അടക്കും കേട്ടോ. ഫ്രണ്ടിലെ ഡോറൊന്ന് ക്ലോസ് ചെയ്ത് ഒരു ജനൽ തുറന്ന് വെക്കും. രാവിലെ സുബഹിയാൻ കൊടുക്കുന്ന സമയത്ത് ഫ്രണ്ട് ഡോറ് തുറന്നിടും കേട്ടോ. പിന്നെ നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ പോകുന്ന ടൈമാണ് ഡോർ അടച്ചിടുക. അങ്ങനെ ഡോർ അടച്ചിട്ട് ജനലെല്ലാം ഒന്ന് തുറന്ന് വെച്ചിട്ട് വന്ന് 2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യം നോക്കലാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് മുട്ട റോസ്റ്റും ദോശയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുട്ട അവിടെ വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം ഞാൻ ഫ്രണ്ട് ഒന്ന് തുടച്ചിടലാണ്. ഫ്രണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ ഫ്രണ്ട് ഒന്ന് തുടച്ചിടും കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഒരുപാട് വീഡിയോയിലും ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ശീലമാണ്. ഫ്രണ്ട് രാവിലെ ഒന്ന് തുടച്ചിടും. അതുപോലെ തന്നെ മുറ്റം അടിച്ചിടും. പക്ഷെ മുറ്റത്ത് ഒന്നും എന്താ പറയുക, കച്ചറൊന്നും ഇല്ല. നമ്മളെ മുറ്റത്ത് ആഴ്ചയിൽ ഒരു ദിവസത്തെ മുറ്റം അടിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. നമുക്ക് ഫുള്ള് തെങ്ങാണ്, അതുകൊണ്ട് ചപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മുറ്റം അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫ്രണ്ട് തുടച്ച് വരുമ്പോഴേക്കും മുട്ട വെന്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ മുട്ട റോസ്റ്റിനുള്ളതും അതുപോലെ തന്നെ ലഞ്ചിനുള്ള കറിക്കുള്ളതെല്ലാം പിന്നെ വെജീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളെ പണി എളുപ്പത്തിൽ കഴിയും. അങ്ങനെയെന്ന് വിചാരിച്ചാൽ നമ്മളെ ഒരു ദിവസത്തേക്കുള്ള കറിക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വേഗം വേഗം ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പണി ഒരുങ്ങും കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെജീസ് മാത്രം കട്ട് ചെയ്തിട്ട് കറി ഉണ്ടാക്കി ഉച്ചയാകുമ്പോഴൊക്കെ ആദ്യം കട്ട് ചെയ്ത് കറി ഉണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മളെ ടൈം ഇങ്ങനെ പോകും. പണിയാണെങ്കിൽ കുറേ പണിയെടുത്ത ഫീലുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ദിവസത്തേക്കുള്ള കറിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് വെജീസ് ആണെങ്കിലും മീറ്റ് ഐറ്റംസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും മസാലപ്പൊടികളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് പണി എളുപ്പത്തിൽ കുറയുകയും ചെയ്യും, എന്താ പറയുക, പണി എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പോ കാര്യങ്ങളൊന്നും വൃത്തിയോടാവില്ല കേട്ടോ. അപ്പം ഞാനിതുപോലെ ചോപ്പറിലിട്ടിട്ട് ഉള്ളിയൊക്കെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയിൽ തന്നെ തക്കാളിയും കട്ടാക്കി എടുത്തിട്ടുണ്ട്. 2 ജില്ലയാണ്. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് മാറ്റി അതിൽ പച്ചമുളകൊക്കെ, അതായത് മുട്ട റോസ്റ്റിനും ഉച്ചക്കേക്ക് ബീഫ് കറി ഉണ്ടാക്കാനും വിചാരിക്കുന്നത് അതിലേക്കുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ അടുത്ത് കുറച്ച് ഉള്ളിയെല്ലാം എടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കറിവേപ്പില ഒട്ടിക്കാൻ പോയതാണ് കേട്ടോ. ആ കറിവേപ്പില മരത്തിൽ ഫുള്ള് ഉറുമ്പാണ്. ഉറുമ്പ് അതുപോലെ തന്നെ പച്ച കളറുള്ള ഒരു പുഴുവുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതിനെന്തെങ്കിലും, അതായത് ഈ കറിവേപ്പില മരത്തിൽ എന്തെങ്കിലും ഉറുമ്പും അതുപോലെ പച്ചപ്പുഴുവൊന്നും വരാണ്ടിരിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും രാവിലെ എണീച്ച് നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഞങ്ങളെ പണികൾ, അതായത് എന്തായാലും നമുക്ക് വീട്ടിൽ പണി ഉണ്ടാവില്ല. ആ പണി പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ നമുക്കും ഒരു എനർജി ഉണ്ടാകും. അതുപോലെ നമ്മളെ വീട്ടിൽ നമ്മളെ ഒരുമിച്ചിരിക്കുന്നവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാകും കേട്ടോ. അല്ലാണ്ട് നമ്മളാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട ആളെന്ന് നമുക്കറിയാമല്ലോ. അതല്ലാത്ത വേറെ ആരെങ്കിലും ഉമ്മയോ വേറെ ആരെങ്കിലും വീട്ടിൽ കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വീട്ടിൽ നമ്മൾ മാത്രമാണ് നമ്മളെല്ലാം ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ ഇരുന്നിട്ടോ ഫോൺ നോക്കിയിട്ടോ ഒന്നും ടൈം കളയാണ്ട് ഞങ്ങളെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കുക. വീട് എപ്പം ക്ലീനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ വീട് നല്ല ക്ലീനായിട്ട് എപ്പോൾ നല്ല നീറ്റിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല ഫ്രഷായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ കാണുന്നവർക്ക്, അതായത് നമ്മളെ മക്കളായാലും നമ്മളെ ഹസ്ബൻഡായാലും നമ്മളെ ഉമ്മയായാലും നമ്മളെ അയൽവാസികളായാലും നമ്മളെ കാണുമ്പോൾ ഒരു മതിപ്പുണ്ടാവും. അവരെപ്പോൾ നല്ല ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഒക്കെ ചിന്തിക്കും. അപ്പോൾ അല്ലാത്ത നമ്മൾ
രാവിലെ എണീച്ച് പോയി ചായ എടുക്കുക, കുറച്ച് ടൈം ഫോൺ നോക്കുക, എന്നിട്ട് കുറച്ച് ടൈം ആരോടെങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കുക, അല്ല കുറച്ച് ടൈം അങ്ങനെ അയൽവാസികളെ കണ്ടാൽ സംസാരിക്കുക. അങ്ങനെയൊക്കെ ടൈം കളഞ്ഞിട്ട് ഒരു എന്താ പറയുക നേരവും കാലമൊന്നും ഇല്ലാണ്ട് പണി തീർക്കുകയാണെങ്കിലില്ല ആ വീട്ടിൽ ഒരു എന്താ പറയുക ഒരു റാഹത്തുണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ പണി തീർക്കുക, രാവിലെ എണീച്ച് വേഗം നമ്മളെ കാര്യങ്ങളൊക്കെ തീർത്ത് നമ്മൾ നല്ല സന്തോഷത്തിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നവർക്കും ആ വീട്ടിൽ വരുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാകും കേട്ടോ. നമ്മൾ വീട്ടിൽ കയറുമ്പം തന്നെ അവർക്ക് പ്രത്യേക ഒരു എനർജി ഫീൽ ചെയ്യും. അല്ലാത്ത നമ്മൾക്ക് നിങ്ങൾക്കറിയുമെന്നറിയില്ല, എനിക്കറിയുന്ന കുറേ വീടുകളുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ടൈം പണി തീർക്കുക, ആരെങ്കിലും കണ്ടാൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഫോണിൽ സംസാരിക്കുക. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ കയറി പോകുമ്പം തന്നെ നമുക്ക് ആകെ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകാം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ രാവിലെ എണീക്കുക, നമ്മൾ പണിയൊക്കെ തീർക്കുക, അതിൻ്റെ കൂടെ നമ്മളെയും ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് വേണ്ട വെള്ളം കുടിക്കുക, നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിൻ്റെ കൂടെ നമ്മളെ ഫാമിലിനെയും ശ്രദ്ധിക്കുക, നമ്മളെ വീടും ശ്രദ്ധിക്കുക. അപ്പോൾ എന്താവും നല്ല മൊത്തത്തിലൊരു നല്ല എനർജി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കും. പിന്നെ ചില ആൾക്കാർക്കുണ്ട് ഒരു ശീലം എന്താണെന്ന് വിചാരിച്ചാൽ യൂട്യൂബൊക്കെ നോക്കി അതിലത്തെ വ്ളോഗെല്ലാം നോക്കിയിട്ട് അയ്യോ അവരൊക്കെ ചെയ്യുന്ന അവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടല്ലേ, എനിക്കിതൊന്നും ഇല്ലല്ലോ, നമ്മളിങ്ങനെയെല്ലാം ആയിട്ടാകുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുക, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകാറ് കേട്ടോ. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അതായത് നമ്മളെ ഭർത്താവിൻ്റെതായാലും നമ്മളെ മക്കളിലേതായാലും അതുപോലെ തന്നെ നമ്മളെ വീട്ടായാലും നമ്മളെ ഫാമിലി ആയാലും നമ്മളെ പേരൻസ് ആയാലും എല്ലാം എന്താ പറയുക, ഈ ലോകത്തെല്ലാവരും ഒന്നിനൊന്നിനും ഡിഫറെൻ്റാണ്. അപ്പം മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മളൊന്നും മറ്റുള്ളവരെ കാര്യത്തിൽ നമ്മൾ നോക്കാതിരിക്കുക. മറ്റുള്ള ആളെ നോക്കിയിട്ട് നമ്മൾക്ക് അവർക്ക് അതുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത്ര സന്തോഷത്തിൽ നിൽക്കുന്നത്, എനിക്കതില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ആവില്ല, അവരെ പോലെ ആക്കിയാൽ നമുക്കാവില്ല, അങ്ങനെ ഇല്ല കേട്ടോ. നമ്മളെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം രാവിലെ എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, എല്ലാവരോടും നല്ല നീറ്റായിട്ട് പെരുമാറുക. അതുപോലെ തന്നെ നമ്മളെപ്പോൾ പുഞ്ചിരിയോടെ നമ്മുടെ മുഖത്ത് എപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടാകുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ല നമ്മളെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് തീർന്നു കിട്ടും. എന്താ പറയുക, ഇതെങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു മാറ്റമാണ് കേട്ടോ ഇതൊക്കെ. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല, എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കലാണ് കേട്ടോ. ലഞ്ചിന് അത് ബീഫാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രാവിലെ എല്ലാം വെജീസെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മോള് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂള് തുറക്കുന്നേരം ആ പണിയില്ല കേട്ടോ. ഞാൻ രാവിലെ വെറും ഫ്രണ്ട് മാത്രമേ തുടച്ചിടൂ. അവൾ ബാക്കിയെല്ലാം ഉള്ളിലെല്ലാം അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അവരെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ക്ലീനാക്കിയിട്ട് അവളാണ് ഇടുക കേട്ടോ. അങ്ങനെ ഞാൻ ബീഫ് കറി ഉണ്ടാക്കലാണ്. ബീഫ് കറി നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ചോറും കറിയാണെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ടൈം തന്നെ ഇപ്പുറം ചോറുണ്ടാക്കും. അതേ ടൈം തന്നെ എനിക്ക് കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് പണി തീർക്കും കേട്ടോ. ഒന്നാമത് ഇപ്പോൾ കിച്ചണിൽ ചൂടായതുകൊണ്ട് ഞാൻ വേഗം പണി തീർക്കും. പരമാവധി രാവിലെ ഒരു 9:30-10 മണിൻ്റെ ഉള്ളിൽ കിച്ചണിലെ പണി ഫുള്ളായിട്ട് തീർക്കും കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇതിനകത്ത് മാത്രമേ കിച്ചണിലേക്ക് പോവും, അല്ലാത്ത കിച്ചണിൽ പോവില്ല. അത് ഈ 10 മണിയാകുമ്പോഴൊക്കെ തന്നെ നമ്മളെല്ലാ പണികളും തീർന്ന് എല്ലാവരും കുളിച്ച് നമ്മൾ ലുവാനക്കാരൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആകും കേട്ടോ. അപ്പോൾ എന്ത് പണി ചെയ്താലും ഇപ്പോൾ ബീഫ് ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ബീഫ് കട്ട് ചെയ്ത് അതുപോലെ കഴുകി അത് കറി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കഴുകാൻ ഉപയോഗിച്ച പാത്രമല്ല അപ്പം തന്നെ കൈ വെക്കുക. അപ്പോൾ എന്താവും നമുക്കൊരു കുറേ പാത്രങ്ങൾ അങ്ങനെയൊന്നും കഴുകിയിട്ടുള്ള ഒരു മടുപ്പ് വരില്ല. ഉള്ള പാത്രം അപ്പം തന്നെ കൈ വൃത്തിയാക്കി കൗണ്ടർ ടോപ്പിൽ തുടച്ചിട്ടാൽ നമുക്കെന്താ പറയുക പണിക്കൊരു ഭാരം ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ പണി തീർന്നു കൊടുത്തു. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഗീ റൈസാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ടാക്കിയത്. ഈ ഒരു കറി തന്നെ രാത്രിയൊക്കെ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ഇന്ന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. ഇനി രാത്രിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കുക ചെയ്യണ്ടു. അപ്പോൾ ഉച്ചക്കത്തെല്ലാം ഇപ്പോൾ ഒരു 11 മണി ആ ടൈം ആകുമ്പോഴേക്ക് എൻ്റെ എല്ലാ പണിയും തീർന്നു കേട്ടോ. ഇനി അലക്കാനുള്ള പണിയേ ഉള്ളൂ.
ഇപ്പോൾ അലക്കാനും വേണ്ടിയിട്ട് മെഷീനിലാണ് ഇന്ന് തുണി ഇട്ടത്. കല്ലിൽ അലക്കാൻ പോയിട്ടില്ല. കല്ലിൽ അലക്കാൻ കഴിയില്ല. നമ്മളെ അപ്പുറത്തെ വീട്ടിൽ കല്യാണമുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ നേരെ അപ്പുറം പിന്നെ ചോറ് ഒക്കെ കൊടുക്കേണ്ടവരിന് വേണ്ടിയിട്ട് പന്തൽ കെട്ടാനും വേണ്ടിയിട്ട് അവിടെ JCB പിന്നെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കാടൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കല്ലിന് ഇന്ന് അലക്കാൻ കഴിയില്ല. അതുകൊണ്ട് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. ഇന്ന് മെഷീനിൽ തുണി ഇട്ടതിന് ശേഷം ഞാനും ഫാത്തിമയും പോയിട്ട് കുളിച്ച്. ഫാത്തിമ രാവിലെ ഒന്ന് ഫ്രഷായിട്ട് വന്നതാണ്. പക്ഷേ എന്തായാലും ഞാൻ കുളിക്കുമ്പോൾ നമുക്ക് എന്തായാലും അവളെ കുളിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ അവളും ഞാനും കുളിച്ച് ഫ്രഷായി വന്നിട്ട് പിന്നെ ഷോർട്ട് വീഡിയോയിലേക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതടിച്ച് വീഡിയോയിൽ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും ജ്യൂസ് കുടിക്കലാണ് കേട്ടോ. ജ്യൂസൊക്കെ കുടിച്ച് എല്ലാവരും കുറച്ച് സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് എന്താ പറയുക ഫോണെല്ലാം നോക്കി. ഫോൺ നോക്കാനറിയാം വീഡിയോൻ്റെ കമൻറ്റും കാര്യങ്ങളും റിപ്ലൈ എടുക്കലും അതുപോലെ തന്നെ വീഡിയോസിനുള്ള കമൻ്റ് ഇടലൊക്കെയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ വീഡിയോ കണ്ടിരിക്കലല്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിന്. ഫാത്തിമാനെ ഉറക്കാൻ കിടത്തിയതാണ്. പക്ഷെ ഫാത്തിമ എല്ലാം ഉറങ്ങീന്, ഞാൻ ഉറങ്ങീന്. അപ്പോൾ എണീച്ച് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഇടിവും മഴയൊക്കെ ഉണ്ട്. അതെല്ലാം കുറച്ച് സമയം നോക്കി വന്നിട്ട് പഴം വാട്ടലാണ് കേട്ടോ. പഴം വാട്ടിയും ചായയാണ്. പഴം വാട്ടുന്നത് എൻ്റെ രണ്ടാമത്തെ ആൾ ഒന്നും എന്താ പറയുക നമ്മൾ ഈ കരമുറ സ്നാക്കൊന്നും തിന്നില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവർക്കും, അതായത് ബാക്കി രണ്ടാക്കും എനിക്കൊക്കെ കരമുറ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഈ കരമുറയുള്ള ഒരു സ്നാക്കും കഴിക്കില്ല. അതുകൊണ്ട് അവൾക്ക് അതുകൊണ്ട് പഴം വാട്ടി എടുക്കുന്നുണ്ട്. കറണ്ട് ഇങ്ങനെ പോകും വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കറണ്ടിന് പ്രശ്നമായി. അങ്ങനെ ഇവിടെ ചായ കുടിക്കലാണ് കേട്ടോ. നല്ല എന്താ പറയുക നല്ലൊരു ഇതുണ്ട്. നല്ല മഴയത്ത് ഇങ്ങനെ ചൂടുള്ള ചായയും കടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. മഴക്കാലം എന്തും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവില്ല. മഴ പെയ്യുമ്പോൾ ചൂട് ചായ, പരിപ്പട അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ തിന്നാനും മഴ പെയ്യുമ്പോൾ നല്ല പൂതിയല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ എന്തൊക്കെയോ തിന്നാനുള്ളൊരു പൂതി ഉണ്ടാവും. അങ്ങനെ ചായ കുടിച്ച പാത്രമെല്ലാം കൊണ്ടിട്ടോപ്പെല്ലാം തുടച്ചതിന് ശേഷം ഞാൻ മയോണൈസ് ഉണ്ടാക്കലാണ് കേട്ടോ. രാത്രിയൊക്കെ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇജു പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ. അതുകൊണ്ട് പിന്നെ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കുന്നില്ല. ബീഫ് കറി ആയതുകൊണ്ട് പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കറണ്ട് ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ മയോണൈസ് ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ആയാലും ഇവർക്ക് എന്തായാലും മയോണൈസ് വേണം മക്കൾക്ക്. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വൈകുന്നേരത്തെ ടൈം തന്നെ മയോണൈസ് ഉണ്ടാക്കി വെച്ച്. കറണ്ട് പോയിനാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ബാങ്ക് കൊടുക്കുന്നവരിങ്ങനെ പുറത്ത് വന്ന് ഇരുന്നിട്ട് നോക്കലാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് മഴയെല്ലാം തോർന്നിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ മഗ്‌രിബ് ഖുർആനോത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പൊറോട്ട ചപ്പാത്തിയെല്ലാം ആക്കിയാൽ ഇവർക്ക് എന്തായാലും മയോണൈസും വേണം. അതുപോലെ തന്നെ ശവനപ്പൊടിയോ ഇതെന്തായാലും കൊണ്ടുവരും കേട്ടോ. പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും അതുപോലെ മന്തി അങ്ങനെയുള്ള ടൈം എന്തായാലും ശവനപ്പൊടിയോ കൊണ്ടുവരും ചെയ്യും. മയോണൈസ് മസ്റ്റായിട്ട് ഇവർക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.